നമസ്കാരം. മലയാളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ ഏറ്റവും മഹത്തായ ഒരു ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഗാനശാഖയാണെന്ന് പറയാതെ വയ്യ. അതിമഹാന്മാരായിട്ടുള്ള സംഗീതജ്ഞരും സംഗീത സംവിധായകരും അതിമഹാന്മാരായിട്ടുള്ള ഗാനരചയിതാക്കളും അതിമഹാന്മാരായിട്ടുള്ള ഗായകന്മാരും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ശരിയാണ് ഉള്ളൊരു മേഖലയാണ് ഗാനശാഖ. സിനിമയിലെ ഇന്ത്യൻ സിനിമയിൽ ഗാനശാഖ മറ്റു സിനിമകളിലൊന്നും ലോക സിനിമകളിലൊന്നും അതിന് പ്രാധാന്യമില്ല. ഒരു സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു സിനിമ ആണ് അങ്ങനെ ഗാനത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് സംഭാഷണത്തിന് പകരം ഗാനം ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതേസമയം ഇത് ഏറ്റവും മഹത്തായ സംഭാവന ഇതായിരിക്കുമ്പോൾ തന്നെ സംഗീതമായിരിക്കുമ്പോൾ തന്നെ സിനിമയുടെ ഒരു ദൃശ്യകല എന്നുള്ള രീതിയിലുള്ള സിനിമയുടെ യഥാർത്ഥ സ്വഭാവത്തിന് പലപ്പോഴും നിരക്കാത്തതാണ് ഈ ഗാനങ്ങൾ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത്. പലപ്പോഴും അതിമനോഹരമായ ഗാനങ്ങൾ വളരെ മോശമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. എനിക്ക് അതിമനോഹരമായിട്ടുള്ള ചിത്രീകരണം കൊണ്ട് അതിമനോഹരമായിട്ട് ഗാനത്തിൻ്റെ ഭാവതലത്തെ ഒരു പോർമേൽപ്പിക്കാൻ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഗുരുവായൂർ കേശവനുള്ള എല്ലാ ഗാനരംഗങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം ഭരതൻ എന്നു പേരുള്ള വളരെ പ്രതിഭാശാലിയായിട്ടുള്ള ചിത്രകാരൻ കൂടി അദ്ദേഹത്തിന് ഒരു ചിത്രകലയുടെ വീക്ഷണത്തിലൂടെ ഫ്രെയിമുകൾ വെക്കാൻ അറിയാവുന്നതുകൊണ്ട് അതിലെ പാട്ടുകളെല്ലാം അദ്ദേഹം ചെയ്ത സിനിമകളുടെ പാട്ടുകളൊക്കെ അതിമനോഹരമാവാറുണ്ട്. നിങ്ങൾ ഉദാഹരണത്തിന് ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു പകലിന്മാറിൽ ദിനകരകരങ്ങൾ പവിഴ മാലികകൾ അണിഞ്ഞു. ഈ ഗാനം നോക്കൂ. ഒരു കുളത്തിലെ ഉഷാകുമാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിഷ്കളങ്കമായ മുഖവും നുണക്കുഴികളൊക്കെയുള്ള അതിമനോഹരിയായിട്ടുള്ള നമ്മുടെ ആദ്യകാല നടി ആ കുളത്തിൽ നിന്നുകൊണ്ട് താമരപ്പൂ പൊട്ടിച്ചെടുക്കുന്നു. കരയിൽ ഗായകൻ കൂടിയായിട്ടുള്ള നായകൻ ഈ പാട്ട് പാടുന്നു. അതുകൊണ്ട് യുക്തിഭദ്രതയ്ക്കും തകരാറില്ല. വളരെ മനോഹരമായിട്ട് ആണ് ആ ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് ആ സിനിമ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അതേസമയം മിക്കവാറും അതിമനോഹരമായ പാട്ടുകൾ ഏറ്റവും മോശപ്പെട്ട ചിത്രീകരണം കൊണ്ട് വികലമാക്കിയിട്ടുള്ളതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ കുയിലിൻ്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു. അത്ര മനോഹരമായ ഗാനമാണ്. പക്ഷേ ചിത്രീകരിച്ചത് എങ്ങനെയാണ്? നായികയുടെ പിൻഭാഗം കുടുക്കികൾ നടത്തും, നായകൻ പുറകെ നടക്കുന്നു. ഇങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഗീതത്തിൻ്റെ മഹത്തായ സംഗീതത്തെ പലപ്പോഴും സിനിമ സംവിധായകർ ചിത്രീകരിക്കുമ്പോൾ വളരെ മോശമായിട്ട് തീരുന്നു എന്ന് പറയാതെ വയ്യ. നമസ്കാരം.